ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ PSC എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ആ സബ്ജക്റ്റ് നമ്മൾ അതില് എന്താണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ശരിക്കും ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് അല്ലെ. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ എന്താണ് എക്കണോമിക്സിലെ ഓരോ ടോപ്പിക്കും ചർച്ച ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പൊ അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്താണ് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് തുടർന്നുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് അത് നിങ്ങളെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നോക്കൂ, നമ്മള് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമുക്ക് PSC നമുക്ക് എക്സാമിന് 5 മാർക്കാണ് നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വരുന്നത്. 5 മാർക്കാണ്. ഈ 5 മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ 5 ടോപ്പിക്കുകൾ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 5 ടോപ്പിക്ക് നമുക്ക് സിലബസിലുണ്ട്. എക്കണോമിക്സിന്റെ സിലബസിൽ 5 ടോപ്പിക് ഉണ്ട്. അപ്പൊ ആ 5 ടോപ്പിക് ആ 5 സിലബസിൽ നിന്നാണ് കൃത്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. റെഡി ആണല്ലോ. അപ്പോൾ 5 ടോപ്പിക്കിൽ നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഈ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. റെഡി ആണല്ലോ. അപ്പം ഈ ഒരു PSC ഇറങ്ങിയതിന് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട് അല്ലെ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. പിന്നെ ഇതാണ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഇത് ഏത് മേഖലയിൽ, കൊമേഴ്സ് വന്നവർക്ക് എക്കണോമിക്സ് എളുപ്പമാണെന്നോ സയൻസ് വന്നവർക്ക് ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഏത് മേഖലയാണെങ്കിലും ഏതൊരു മേഖലയാണെങ്കിലും നമുക്ക് എക്കണോമിക്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്നറിയാവോടാ, നമുക്ക് ഈ എക്കണോമിക്സ് ഡീപ്പായിട്ട് പഠിക്കാനില്ല. അത് തന്നെയാണ് കാരണം. നമുക്ക് 5 ടോപ്പിക്സേ ഉള്ളൂ. നമുക്ക് PSC ലെവലിൽ നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ 5 ടോപ്പിക്സേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ആ 5 ടോപ്പിക് എന്ന് പറഞ്ഞ എക്കണോമിക്സിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ടോപ്പിക്കോ ഒന്നും അല്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 5 ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സിന്റെ ഒരു ബേസിക്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ, നമ്മൾ ബേസിക്സ് പോലും പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എക്കണോമിക്സിൽ. ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു ഫയർ ഇടുക കമന്റ് ബോക്സിൽ. റെഡി ആണല്ലോ. അപ്പൊ നോക്കട്ടെ, നമുക്ക് ആദ്യം നോക്കാനുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്കണോമിക്സിന്റെ അഥവാ സാമ്പത്തിക ശാസ്ത്രമാണ് അല്ലെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്, എല്ലാരും നോട്ട് ചെയ്തോളൂ, ആഡം സ്മിത്ത് ആണ്. ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആഡം സ്മിത്ത് ആണ്. ഇനിയും ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു സബ്ജക്ട് എടുത്ത് നോക്കിയാലും, ഞാനൊരു എക്സാമ്പിളിന് ഞാനൊരു സബ്ജക്ട് എടുക്കുകയാണ്, കെമിസ്ട്രി. ഇപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുത്താൽ അതിന് ഒരു പിതാവുണ്ട്, ആ സബ്ജക്റ്റിന് ഒരു പിതാവുണ്ട്. ഇനി അതിന്റെ മോഡേൺ ഫോമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മോഡേൺ കെമിസ്ട്രിയിൽ വേറൊരു പിതാവുണ്ട്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് മോഡേൺ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു വ്യക്തിയായിരിക്കും അതിന്റെ പിതാവ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയുടെ പിതാവ് ഒരാളും മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് വേറൊരാളുമായിരിക്കും. ഒട്ടുമിക്ക എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്. മോഡേൺ ഫോമിലേക്ക് വരുമ്പോൾ വേറൊരാളാണ് അതിന്റെ പിതാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ എക്കണോമിക്സിന്റെ കേസിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് മക്കളെ. എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്, മോഡേൺ എക്കണോമിക്സിന്റെ പിതാവും അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് അദ്ദേഹം തന്നെയാണ്, ആഡം സ്മിത്ത് തന്നെയാണ്. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവും അദ്ദേഹം തന്നെയാണ്. റെഡി ആണല്ലോ. അപ്പൊ മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്താണ്? മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് ആര് തന്നെയാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പൊ ഇത് എന്താണ്, ഏക ഒരു സബ്ജക്റ്റ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എക്കണോമിക്സിന്റെ പിതാവും ആഡം സ്മിത്ത്, അതിന്റെ മോഡേൺ ഫോമിന്റെ പിതാവും അദ്ദേഹം തന്നെ. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവും ആഡം സ്മിത്ത് തന്നെ. ഇത് എക്കണോമിക്സിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ് വേറൊരാളെ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമില്ല, ആഡം സ്മിത്ത് എന്ന് തന്നെ അറിഞ്ഞു വെക്കുക. റെഡി ആണല്ലോ? അപ്പൊ ആഡം സ്മിത്ത് എന്താണ്? എക്കണോമിക്സിന്റെ പിതാവാണ്. അത് മാത്രമാണോ? അല്ല, മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് കൂടിയാണ്. അപ്പൊ എക്കണോമിക്സിന്റെ പിതാവാണ്, മോഡേൺ എക്കണോമിക്സിന്റെ പിതാവാണ് ആര്? ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ഈ ആഡം സ്മിത്ത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എക്കണോമിക്സിന്റെ പിതാവും മോഡേൺ എക്കണോമിക്സിന്റെ പിതാവും ഒക്കെ ആയത്? എന്തുകൊണ്ടാ? എടാ, ഈ ആഡം സ്മിത്ത് എഴുതിയ ഒരു കൃതിയുണ്ട്, അതേതാണെന്നറിയാമോ? പഠിച്ചിരിക്കേണ്ടതാണ്. എക്കണോമിക്സ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ആഡം സ്മിത്തിന്റെ കൃതി എന്ന് പറയുന്നത്. അപ്പൊ ആഡം സ്മിത്തിന്റെ കൃതി എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോടാ? വെൽത്ത് ഓഫ് നേഷൻ ആണ്. നിങ്ങൾ ഇപ്പൊ അത്രയും മനസ്സിലാക്കി വെക്കുക. വെൽത്ത് ഓഫ് നേഷൻ 1776 എഴുതിയ വെൽത്ത് ഓഫ് നേഷൻ എന്ന ഈ പുസ്തകമാണ്. ഇത് ആരെഴുതിയതാണ്? ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ആരെഴുതിയതാ? എടാ, 1776 ആഡം സ്മിത്ത് എഴുതിയതാണ്. ആഡം സ്മിത്ത് എഴുതിയതാണ്. എപ്പോഴാണ് എഴുതിയത്? 1776 ആഡം സ്മിത്ത് എഴുതിയ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകം ഏതാണ് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. അപ്പൊ എക്കണോമിക്സിന്റെയും മോഡേൺ എക്കണോമിക്സിന്റെയും പിതാവ് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് എഴുതിയ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ. ഒന്നുകൂടി ഞാൻ പറയാം, ആഡം സ്മിത്ത് എഴുതിയ കൃതിയാണ് മക്കളെ ഏതെന്ന് പറയുന്നത്? വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ, ആഡം സ്മിത്ത് എഴുതിയ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ. ഇനി നോക്കൂ, ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ, ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം വലിയൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ആ സിദ്ധാന്തമാണ്, ആ സിദ്ധാന്തത്തിന്റെ പേരാണ് മക്കളെ ഏതെന്ന് പറയുന്നത്? ആ സിദ്ധാന്തത്തിന്റെ പേരേതാണ്? ഇതാണ് അല്ലെ, ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ലെയ്സേഫിയർ സിദ്ധാന്തം. ഏതാണ്? ആ സിദ്ധാന്തത്തിന്റെ പേരാണ് ലെയ്സേഫിയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ വെൽത്ത് ഓഫ് നേഷൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ എന്താണ് നമ്മുടെ ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ലെയ്സേഫിയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏതാണ്? ലെയ്സേഫിയർ സിദ്ധാന്തം. പരിചയപ്പെട്ടോ? ലെയ്സേഫിയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ലെയ്സേഫിയർ സിദ്ധാന്തം പഠിച്ചോടാ. ഇതെല്ലാവരും പഠിക്കണം. അപ്പൊ ഈ ലെയ്സേഫിയർ സിദ്ധാന്തം എന്താ പറയുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാമെടാ. ഈ ലെയ്സേഫിയർ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ലെയ്സേഫിയർ സിദ്ധാന്തം, ഈ ലെയ്സേഫിയർ സിദ്ധാന്തം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എക്കണോമിക്സിന്റെയും മോഡേൺ എക്കണോമിക്സിന്റെയും പിതാവായിട്ടുള്ള ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള വെൽത്ത് ഓഫ് നേഷൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് ലെയ്സേഫിയർ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങളാണിവ. ആ സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? ലെയ്സേഫിയർ സിദ്ധാന്തം പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ്, ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക. ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പറഞ്ഞേടാ. ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചാൽ അവിടെ കൂടുതൽ കമ്പനികൾ വരും, കൂടുതൽ പ്രൈവറ്റ് കമ്പനികൾ വരും. അങ്ങനെ കൂടുതൽ കമ്പനികൾ എത്തിയാൽ അവിടെ പൊതുവെ എന്താണ്? തൊഴിലവസരങ്ങൾ കൂടും. അങ്ങനെ എല്ലാവർക്കും തൊഴിൽ ലഭിക്കും. തൊഴിലവസരങ്ങൾ കൂടുന്നു, എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നു. അങ്ങനെ തൊഴിൽ ലഭിക്കുമ്പോൾ ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടുന്നു. അങ്ങനെ പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ കമ്പനികളുടെ ഉൽപാദനം കൂടുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് ഒരാൾ കൂടുതലായിട്ട് വാങ്ങുന്നതെങ്കിൽ അത് വീണ്ടും വീണ്ടും എന്താണ്? അത് ഉൽപ്പാദിപ്പിക്കത്തില്ലേ? അപ്പൊ കമ്പനികളുടെ ഉൽപാദനം കൂടുന്നു. അങ്ങനെ GDP കൂടുന്നു. ഈ GDP എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം മനസ്സിലാക്കൂ, രാജ്യത്തിന്റെ സാമ്പത്തിക നിലയാണ് GDP. അങ്ങനെ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. GDP GDP എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ GDP ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതാണ് GDP. അത് കൂടുന്നു. GDP കൂടുവടാ, GDP കൂടും അല്ലെ? അപ്പൊ അതാണ് ഈ ലെയ്സേഫിയർ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമായിട്ടുള്ള ലെയ്സേഫിയർ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അന്ന് നമുക്കറിയാം, അന്ന് വലിയ പ്രതിസന്ധിയിലൂടെ ആയിരുന്നു നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെ? അതായത് ആളുകൾ പട്ടിണി മരണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമാണ്.
അപ്പൊ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കാനാണ് ലേസർ സിദ്ധാന്തത്തിലൂടെ ആഡം സ്മിത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയോളജി ഇങ്ങനെയായിരുന്നു, ഈ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി കമ്പനികൾ കൂടുതൽ വരുന്നു അല്ലെ? അപ്പോൾ അവിടെ എന്താണ് തൊഴിലവസരങ്ങൾ, കൂടുതൽ കമ്പനികൾ വരുമ്പോൾ അവിടെ തൊഴിലവസരങ്ങൾ കൂടുകയും അങ്ങനെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും അവർക്ക് എന്താണ് അവരുടെ പർച്ചേസിംഗ് പവർ കൂടുന്നു. അപ്പോൾ അവർ കമ്പനികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതിലൂടെ GDP എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഇതാണ് ലേസർ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പൊ ഈ ലേസർ സിദ്ധാന്തം രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ലേസർ സിദ്ധാന്തം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഒന്ന് മുതലാളിത്തത്തിനും പിന്നെ സ്വതന്ത്ര കമ്പോളത്തിനുമാണ്, ഫ്രീ മാർക്കറ്റ് എക്കണോമിക്കുമാണ് നമ്മുടെ ഈ ലേസർ സിദ്ധാന്തം പ്രാധാന്യം നൽകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് മുതലാളിത്തത്തിന് പ്രാധാന്യം നൽകുന്നു, ക്യാപിറ്റലിസത്തിന് പ്രാധാന്യം നൽകുന്നു. ഫ്രീ മാർക്കറ്റ് എക്കണോമിക് സ്വതന്ത്ര കമ്പോളത്തിനും എന്താണ് പ്രാധാന്യം നൽകുന്നു. എന്ത്? ലേസർ സിദ്ധാന്തം. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ, എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. അപ്പൊ ലേസർ സിദ്ധാന്തം എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് കൊണ്ടുവന്നത് എക്കണോമിക്സിന്റെയും മോഡേൺ എക്കണോമിക്സിന്റെയും പിതാവായിട്ടുള്ള നമ്മുടെ ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കൃതി വെൽത്ത് ഓഫ് നേഷൻ, അതിലൂടെ അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തമാണ് ലേസർ സിദ്ധാന്തം. ലേസർ സിദ്ധാന്തം പറയുന്നത് ഈ പോയിന്റ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക, അതാണ് ലേസർ സിദ്ധാന്തം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായി കമ്പനികൾ കൂടുന്നു, തൊഴിലവസരങ്ങൾ കൂടുന്നു. അവിടെ എന്താണ്? തൊഴിലവസരങ്ങൾ കൂടുമ്പോൾ ആളുകളുടെ എന്താണ് പർച്ചേസിംഗ് പവർ കൂടുന്നു. ദെൻ കൂടുതൽ കമ്പനി എന്താണ് ആ ഉൽപാദനം കൂടുന്നു അല്ലെ? ആ കമ്പനിയുടെ ഉൽപാദനം കൂടുന്നു, GDP കൂടുന്നു. റെഡി ആണല്ലോ? ഇനി നോക്കൂ, സാമ്പത്തിക വ്യവസ്ഥയിൽ സർക്കാർ ഇടപെടലിൽ പകരം വിപണി ശക്തികളെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ് ലേസർ. അപ്പൊ ലേസർ ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി ലേസർ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ച് പൊതുവായിട്ടുള്ള പ്രൈവറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ വിപണി ശക്തികൾക്ക് സ്വാഭാവികമായി പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക. വിപണി ശക്തികളെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. അപ്പം അതാണ് നമ്മുടെ ലേസർ സിദ്ധാന്തം പറയുന്നത്. ഗവൺമെന്റ് ഇടപെടലുകൾ അങ്ങ് കുറയ്ക്കാനാണ് പറയുന്നത്. ലേസർ സിദ്ധാന്തം എന്താ പറയുന്നത്? ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക, എന്നിട്ട് വിപണി ശക്തികളെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഈ ലേസർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലീവ് എലോൺ എന്നാണ്, ഒറ്റയ്ക്ക് വിടുക. അതായത് വിപണി ശക്തികളെ എന്താണ്? സ്വാഭാവികമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. വിപണി ശക്തികളെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക അല്ലെ? വിപണി ശക്തികളെ സ്വാഭാവികമായി പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക. ഈ ലേസർ എന്ന വാക്കിന്റെ അർത്ഥം ലീവ് എലോൺ, ഒറ്റയ്ക്ക് വിടുക എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്നും ഈ ലേസർ സിദ്ധാന്തം പറയുന്നുണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എക്കണോമിക്സിന്റെയും മോഡേൺ എക്കണോമിക്സിന്റെയും പിതാവാര്? ആഡം സ്മിത്ത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ. അതിലൂടെ അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തമാണ് ലേസർ സിദ്ധാന്തം. ഈ ലേസർ സിദ്ധാന്തം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക, അപ്പൊ അങ്ങനെ വിപണി ശക്തികളെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഇത്രയേ ഉള്ളൂ എന്താ ലേസർ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇത്രയും സെറ്റായോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെറ്റായോ? ഇനിയും നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കുകയാണല്ലോ. ഈ എക്കണോമിക്സിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ചുകളാണുള്ളത്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് രണ്ട് ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് മാക്രോ എക്കണോമിക്സും ഉണ്ട്, മൈക്രോ എക്കണോമിക്സും ഉണ്ട്. ഈ എക്കണോമിക്സിന് രണ്ട് ബ്രാഞ്ചുകളാണിത് കേട്ടോ, രണ്ട് ബ്രാഞ്ചുകളാണിത്. അപ്പൊ നോക്കടാ, ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. അപ്പൊ ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും ഉണ്ട്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട്, അതോടൊപ്പം തന്നെ മൈക്രോ എക്കണോമിക്സും ഉണ്ട്. ഏതാണ്? എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ രണ്ട് ശാഖകളാണ്
മാക്രോ എക്കണോമിക്സും അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും മൈക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. ഇത് രണ്ട് ബ്രാഞ്ചുകളാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് ബ്രാഞ്ചുകൾ എന്താണെന്ന് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. എടാ ഞാനത് ജസ്റ്റ് ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണത്തിൽ ഞാൻ പറയാം. എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സ് ഉണ്ട്. ആ മാക്രോ എക്കണോമിക്സ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് പറയുന്നത് എവിടെയാണ്? ഈ മാക്രോ എക്കണോമിക്സിലാണ്. അത് അത്രയും വിശാലതയുള്ള മാക്രോ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തികം എങ്ങനെയാണ്, അതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിലൂടെ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഒരു രാജ്യാന്തര രീതിയിൽ അല്ലെങ്കിൽ അത്രയും വിശാലമായി നമ്മൾ കാണുകയാണ് മാക്രോ എക്കണോമിക്സിലൂടെ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ. ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ചായയുടെ വില കൂടുന്നു, അപ്പൊ അത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു, അപ്പൊ ആ വ്യക്തിയെ വെച്ചുകൊണ്ടുള്ള സൂക്ഷ്മമായി നമ്മൾ ആ വ്യക്തിയെ ആ സാമ്പത്തികം എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി, അതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഏറ്റവും സൂക്ഷ്മ രീതിയിൽ ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് സാമ്പത്തിക സ്ഥിതി. അതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ എക്കണോമിക്സ്. ഇനി ഇത് നിങ്ങൾ അപ്പൊ എന്നോട് ചോദിക്കും, സാറേ നമ്മൾ PSC ലെവലിലാണല്ലോ പഠിക്കുന്നത്, അപ്പം PSC ലെവലിൽ നമുക്ക് ഏതാ മാക്രോ എക്കണോമിക്സ് ആണോ പഠിക്കേണ്ടത്, മൈക്രോ എക്കണോമിക്സ് ആണോ പഠിക്കേണ്ടത്, നിങ്ങൾ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇത് രണ്ടും പഠിക്കണ്ട. ഇത് രണ്ടും പഠിക്കണ്ട. അതായത് മാക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിക്കണ്ട, മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിക്കണ്ട. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു എന്താണ് ജസ്റ്റ് ഒരു മുകളിലത്തെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് പഠിച്ചു വിട്ടാൽ മതി. നമ്മൾ ഇതിന്റെ ഒന്നും ഉള്ളിലേക്ക് നമുക്ക് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. സന്തോഷമായല്ലോ. അപ്പൊ നമുക്ക് ഇത് മാക്രോ എക്കണോമിക്സിന്റെ ഉള്ളിൽ കയറി പഠിക്കേണ്ട, മൈക്രോ എക്കണോമിക്സിന്റെ ഉള്ളിൽ കയറി പഠിക്കേണ്ട, നമുക്ക് എന്താണ് പൊതുവായിട്ടുള്ള കുറച്ച് എക്കണോമിക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ PSC ലെവലിൽ കയറേണ്ട ആവശ്യമില്ല. ടോപ്പിക് ഒക്കെ വളരെ ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് ഞാൻ തരാം. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മേനാർഡ് കെയ്ൻസ് ആണ്. ജോൺ മേനാർഡ് കെയ്ൻസ് നമ്മുടെ സ്ഥൂല മാക്രോ എക്കണോമിക്സ് കേട്ടോ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ മേനാർഡ് കെയ്ൻ ആണ് കേട്ടോ. ജോൺ മേനാർഡ് കെയ്ൻസ്. ഇനി അങ്ങനെയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് ഉണ്ടല്ലോ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, അതാരാണ്? അത് ആൽഫ്രഡ് മാർഷൽ ആണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എല്ലാരും പഠിച്ചു വെച്ചോളൂ, ആൽഫ്രഡ് മാർഷൽ ആണ്. ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ഒന്ന് എഴുതിക്കേ. യെസ്, നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി ഇതൊന്നും എഴുതി ഇടണം കേട്ടോ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്, അതൊന്ന് എഴുതി ഇടുക. ആൽഫ്രഡ് മാർഷൽ. അപ്പൊ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത് എന്താണ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആൽഫ്രഡ് മാർഷൽ. ആരാണ് ആൽഫ്രഡ് മാർഷൽ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാനിത് ഇവിടെ പറയാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളില് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം. ഇത് 3ഉമാണ് നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഉൾപ്പെട്ടതേവ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ 3 കാര്യങ്ങളാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്ക് വേണ്ടി. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം. ഒന്നുകൂടെ പറയടാ. എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപാദിപ്പിക്കണം, ആർക്ക് വേണ്ടി. എങ്ങനെ, ആർക്ക് വേണ്ടി. ഈ 3 ചോദ്യങ്ങളാണ് അടിസ്ഥാന സാമ്പത്തിക
പ്രശ്നത്തില് ഉൾപ്പെടുന്നത്. റെഡി അല്ലേടാ? റെഡി അല്ലേടാ? റെഡി അല്ലേടാ? റെഡി അല്ലേടാ? യെസ് 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 യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് ടോപ്പിക്കിലേക്കൊന്നും കയറിയില്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്കിലേക്ക് കയറും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് PSC ലെവലിലുള്ള ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗമാണ്. അത് നമ്മൾ എന്താണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം നമ്മൾ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ കയറി ആ ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇന്ന് നമ്മൾ ശരിക്കും പഠിച്ചത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് അതിന്റെ പിതാവ് ആരാണ് എന്ന് നമ്മൾ പഠിച്ചു. ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ കൃതി വെൽത്ത് ഓഫ് നേഷൻ, ആ കൃതിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തം ആണ് നമ്മുടെ ലേസേഫിയർ സിദ്ധാന്തം. ആ സിദ്ധാന്തം എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചുകൊണ്ട് എന്താണ് നമ്മുടെ വിപണി ശക്തികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നാണ് നമ്മുടെ പറയുന്നത്. ഈ ലേസേഫിയർ എന്ന വാക്കിന്റെ അർത്ഥം ലീവ് അലോൺ, ഒറ്റയ്ക്ക് വിടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് രണ്ട് ബ്രാഞ്ച് അതിനുണ്ട്, രണ്ട് ശാഖകൾ അതിനുണ്ട്, മൈക്രോ മാക്രോ. അതിൽ മാക്രോ എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതില് എന്താടാ നോക്കടാ, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ജോൺ മേനാർഡ് കെയ്ൻസ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ. പിന്നെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ചോദ്യങ്ങളാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻട്രഡക്ഷൻ മാത്രമാണ് പഠിച്ചത്. നമ്മൾ ഇന്ന് ഇൻട്രഡക്ഷൻ മാത്രമാണ് പഠിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗം നാളെ അടുത്ത വീഡിയോയിൽ എക്കണോമിക്സിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിൽക്കുക. നമ്മൾ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ ടോപ്പിക് വൈസ് എടുത്തു തരുന്നുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ക്ലാസ് ഡെയിലി കണ്ട് അത് നോട്ടിലേക്ക് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്.